മഞ്ചേരി നിലമ്പൂർ റോട്ടിലാണ്. സ്ക്രീൻ 1 ശ്രീദേവി, പിന്നെ സ്ക്രീൻ 2 ഗോപാലകൃഷ്ണ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. KL ടൊഡാറിസ് എത്തിയിരിക്കുന്നത് മഞ്ചേരിയാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ കാണുന്ന റോഡ് എന്ന് പറയുന്നത് മഞ്ചേരി നിലമ്പൂർ റോഡാണ്. ആ മഞ്ചേരി നിലമ്പൂർ റോഡിൽ ടൗണിൻ്റെ ഒത്തു നടക്കാതെ നമുക്ക് ഒരു തിയേറ്റർ ഉണ്ട്. ശ്രീദേവി സിനി പാലസ് എന്നാണ് ആ തിയേറ്ററിൻ്റെ പേര്. അതേപോലെ തന്നെ മഞ്ചേരിക്കാരുടെ ജനഹൃദയങ്ങളിൽ ഏറ്റവും ഇടം നേടിയ ഒരു തിയേറ്ററാണ് ശ്രീദേവി സിനി പാലസ്. അതിന് പ്രത്യേകിച്ചുള്ള കാരണം എന്ന് പറയുന്നത് 4K ഡോൾബി അറ്റ്മോസ് ആണ് ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ. അപ്പം ഈ തിയേറ്ററിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ കോംപ്ലക്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ കൊണ്ടുനടക്കുന്നത്. നല്ല ബൈക്ക് പാർക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് കാറ് പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ശ്രീദേവി സിനി പാലസ് എന്നുള്ള ബാഡ്ജിങ് നമുക്ക് കാണാവുന്നതാണ്. തൊട്ടു താഴെ ഇവരെ ഓൺലൈൻ പാർട്ണറായ ഡിസ്ട്രിക്റ്റിന്റെ ആപ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ടു താഴെ സിനി പാലസ് 4K 3D ഡോൾബി അറ്റ്മോസ് എന്നുള്ള ഒരു അടിപൊളി ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് തന്നെയാണ് നമുക്ക് ബോക്സ് ഓഫീസ് വരുന്നത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ഉള്ളിൽ പോയി കണ്ടാലോ. ബോക്സ് ഓഫീസിൽ പോയി ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇരിപ്പിടം കണ്ടില്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇരിപ്പിടങ്ങളൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ശ്രീദേവി സിനി പാലസ് ഡോൾബി അറ്റ്മോസ് ഉള്ള ഡോൾബിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോൾബിന്റെ ബാഡ്ജിങ് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലാട്ടോ. ഒരു തിയേറ്റർ പ്രേമി എന്ന നിലയ്ക്ക് തിയേറ്ററിലേക്ക് വരുമ്പോൾ ഡോൾബിന്റെ ബാഡ്ജിങ് വളരെ ഫീലുള്ള സംഭവമാണ്. പിന്നെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതും കളിക്കാൻ പോകുന്ന സിനിമകളുടെ പോസ്റ്ററും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് തിയേറ്ററിൻ്റെ 2 സ്ക്രീനുകളും പ്രവർത്തിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. പിന്നെ അതേപോലെ ഓൺലൈൻ നമുക്ക് എടുക്കാൻ പാകത്തിനുള്ള ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഒരു മെഷീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തിയേറ്ററിന് കുറേ പ്രത്യേകതയുള്ള തിയേറ്ററാണ്. നമുക്കത് ഉള്ളിൽ തന്നെ പോയി മനസ്സിലാക്കേണ്ടതാണ്. സ്ക്രീൻ 1ഉം സ്ക്രീൻ 2 ആണ് ഈ തിയേറ്ററിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ക്രീൻ 1ന് ശ്രീദേവി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. സ്ക്രീൻ 2വിന് ഗോപാലകൃഷ്ണ എന്ന പേരും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ 2 പേരുകൾ കൊടുത്തിട്ടുള്ള 2 സ്ക്രീനുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളങ്ങനെ ശ്രീദേവി സ്ക്രീൻ 1 ശ്രീദേവിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് സ്ക്രീൻ 1. ശ്രീദേവി എന്നുള്ള പേര് കൊടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി ഓഡിറ്റോറിയം ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ശ്രീദേവി സ്ക്രീൻ 1ൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അടിപൊളി ഒരു ഓഡിറ്റോറിയം നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ സീറ്റൊക്കെ നോക്ക്, നല്ല കർവ് മോഡലിൽ കൊടുത്തിരിക്കുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തും കൂടെ വഴിവിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ക്രീൻ 1ൽ. പിന്നെ അതേപോലെ നമുക്ക് കോഫി ബ്രൗണിൽ കൊടുത്തിരിക്കുന്ന നല്ലൊരു അടിപൊളി കുഷ്യൻ സീറ്റും പുഷ് ബാക്ക് സീറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ആംബിയൻസ് ആട്ടോ ഈ നേരിട്ട് സിനിമ ആണെന്ന് പറയുന്നത്. പിന്നെ അതേപോലെ നല്ല കർവാണ്. പിന്നെ അതേപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലെഗ് സ്പേസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 150 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ നമ്മൾ സ്ക്രീൻ 1ൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകാം കേട്ടോ. സ്ക്രീൻ 1 ഇൻറ്റീരിയറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നല്ല മനോഹരമായി മൾട്ടി കളറിൽ പാകിയ ടൈലൊക്കെ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ തന്നെ നമുക്ക് അക്കോസ്റ്റിക് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ചെറിയ കോഫി ബ്രൗൺ കളറുള്ള ലൈറ്റ് കോഫി ബ്രൗൺ കളറുള്ള ഇതിനും മനോഹരമാക്കാൻ ചെറിയ സ്പോട്ട് ലൈറ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തറയിൽ മൊത്തത്തിൽ ടൈലൊക്കെ പാകി നല്ല മനോഹരമാക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മൊത്തത്തിൽ ഇൻറ്റീരിയറിൽ നോക്കി നമുക്ക് സ്പീക്കറുകളൊക്കെ എടുത്ത് കാണാവുന്നതാണ്. ഈ ചെറിയ കോഫി ബ്രൗൺ കളറിൽ ബ്ലാക്ക് സ്പീക്കേഴ്സൊക്കെ എടുത്ത് കാണാവുന്നതാണ്. ചെറിയ കള്ളികളിലാണ് നമുക്ക് സ്ട്രിപ്പ് LED സ്ട്രിപ്പുകൾ മൾട്ടി കളറുള്ള LED സ്ട്രിപ്പുകൾ കൊടുത്ത് ഈ തിയേറ്ററിനെ മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കോഫി ബ്രൗൺ കളറിലെ AC-ൻ്റെ വെൻറ്റിലേഷനും ഇവിടെ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നമുക്ക് പിന്നെ ബ്ലാക്ക് കളറുള്ള പെയിൻറ്റിങ്ങാണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിനെ മനോഹരമാക്കാൻ വാം ലൈറ്റ് LED ബൾബുകൾ കൊടുത്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ടോട്ടലി ഈ ഓഡിറ്റോറിയം നോക്കുമ്പം നല്ല ക്യൂട്ടായ ഒരു ഓഡിറ്റോറിയമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശബ്ദ സംവിധാനമാണ്. ഡോൾബി അറ്റ്മോസ് ആണ് ഇവിടുത്തെ ശബ്ദ സംവിധാനം വരുന്നത്. 30ഓളം സ്പീക്കേഴ്സാണ് ഈ ഓഡിറ്റോറിയത്തിൽ മൊത്തത്തിൽ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 2 ഭാഗങ്ങളിലായിട്ട് 2 സബ് വൂഫറും കൊടുത്തിട്ടുണ്ട്.
നമുക്ക് അതേപോലെ തന്നെ ഈ സ്പീക്കറിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് QSC എന്ന് പറയുന്ന കമ്പനീൻ്റെ സ്പീക്കേഴ്സാണ്. QSCൻ്റെ ആംപ്ലിഫയേഴ്സാണ് നമ്മൾ അധികം കണ്ടുവരാറുള്ളത്. QSCൻ്റെ സ്പീക്കേഴ്സ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടുത്തെ ആംപ്ലിഫയേഴ്സും QSCൻ്റെ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ പവർ സൂപ്പറായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് സ്ക്രീനിലേക്ക് നോക്കി 40 അടിക്ക് മേലെ വരുന്ന അടിപൊളി ഒരു കർവ് സ്ക്രീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് സിനിമ കാണുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ആംബിയൻസ് ആയിരിക്കും കേട്ടോ സിനിമ കാണാൻ വേണ്ടിയിട്ട്. ആ ഡോൾബി അറ്റ്മോസിൻ്റെ ബാഡ്ജിങ്ങും എല്ലാം നമുക്ക് എന്താ പറയുക നമ്മളെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന ആ ഒരു ചിത്രം പോലെ അവിടെ പതിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ 282ഓളം സീറ്റുകളും പിന്നെ അതേപോലെ 30ഓളം സ്പീക്കേഴ്സും അതും QSCൻ്റെ സ്പീക്കേഴ്സും. അപ്പോൾ നമുക്ക് പ്രൊജക്ഷൻ ഏതാ 4K പ്രൊജക്ഷൻ, ലാമ്പ് പ്രൊജക്ഷനാണ്. 4K ക്രിസ്റ്റീൻ്റെ ലാമ്പ് പ്രൊജക്ഷൻ. കളർ ഡെപ്തും അതിൻ്റെ ബ്രൈറ്റ്നസ്സും ലൂമിനസും എല്ലാം അടിപൊളിയായിരിക്കും. നല്ല പിക്ചർ ക്വാളിറ്റി ആയിരിക്കും, നല്ല വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും. നമുക്കിതിൻ്റെ സൗണ്ട് സിസ്റ്റവും അതേപോലെ തന്നെ വിഷ്വൽ ട്രീറ്റൊക്കെ എങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് വന്നാലോ. അപ്പോൾ എങ്ങനെയുണ്ട് ആ ദൃശ്യഭംഗിയും സൗണ്ട് ക്വാളിറ്റിയൊക്കെ അടിപൊളിയല്ലേ? അപ്പോൾ ശ്രീദേവി സിനി പാലസിൽ വന്ന് മഞ്ചേരിയിലുള്ള സുഹൃത്തുക്കൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ള താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ സ്ക്രീൻ വണ്ണിൻ്റെ വിശേഷങ്ങൾ കണ്ടില്ലേ? ഇതേപോലെ തന്നെ അടിപൊളി കുറച്ച് ചെറുതാണെങ്കിൽ പോലും അടിപൊളി ഡോൾബി അറ്റ്മോസിൽ വർക്ക് ചെയ്യുന്ന സ്ക്രീൻ 2 ആണ് കേട്ടോ ഗോപാലകൃഷ്ണ. കണ്ടാലോ? രണ്ടാമത്തെ സ്ക്രീനായ ഗോപാലകൃഷ്ണയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ കയറി വരുന്നത് നമുക്ക് വീൽ ചെയറൊക്കെ കയറ്റി വരാവുന്ന ഒരു സംവിധാനത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. തൊട്ടപ്പുറത്ത് സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഓഡിറ്റോറിയം നോക്ക്, നല്ല ക്യൂട്ടായ ഫാമിലി ഓഡിറ്റോറിയം. മൊത്തം ബ്ലാക്ക് കളറിലാണ് ഇൻറ്റീരിയലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുറേ പ്രത്യേകതകളുണ്ട് സ്ക്രീൻ 1 അതേപോലെ തന്നെ നമ്മൾ അധിക തിയേറ്ററിലും സ്ക്രീൻ 1 ഡോൾബി അറ്റ്മോസ് ആണെങ്കിൽ സ്ക്രീൻ 2 7.1 ആണ് കണ്ടുവരാറ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതും ഡോൾബി അറ്റ്മോസിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രീൻ 2-ൽ 148ഓളം പുഷ് ബാക്ക് സീറ്റുകൾ കൊണ്ട് മനോഹരമാക്കി വെച്ചിരിക്കുന്ന ഒരു ഓഡിറ്റോറിയമാണ് സ്ക്രീൻ 2 വരുന്നത്. നല്ല ബ്ലാക്ക് ബ്യൂട്ടിയിലാണ് ഈ സ്ക്രീൻ 2-ൽ ഓഡിറ്റോറിയം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് സീറ്റൊക്കെ നോക്ക്, നല്ല അടിപൊളി കംഫർട്ടായി ഇരുന്ന് സിനിമ കാണാൻ പാകത്തിലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ്. 150 രൂപ ടിക്കറ്റ് ചാർജാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഓഡിറ്റോറിയം 2-ൽ ഇൻറ്റീരിയറിലേക്ക് പോവുകയാണെങ്കിൽ നല്ല മനോഹരമായ സ്ക്രീൻ 1-ൽ കണ്ട പോലെ തന്നെ ഇവിടെയും ടൈലൊക്കെ പാകി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ചുമരിലേക്ക് നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീനിൽ നല്ല വ്യത്യസ്തമായ രീതിയിലുള്ള ടൈൽസൊക്കെയാണ് ഇവിടെ പാകിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ബ്ലാക്ക് ബ്യൂട്ടിയിൽ ഉള്ള ആ ഒരു എന്താ പറയുക കരിമ്പുലി എന്നൊക്കെ പറയില്ലേ, അതിന് ഉപമിക്കാവുന്ന രീതിയിലുള്ള അക്കസ്റ്റിക് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ സ്പീക്കറുകൾ അടുക്കി സ്പീക്കേഴ്സ് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിനെ നമുക്ക് ഒരു ആംബിയൻസ് ആണ് കാണാൻ വേണ്ടിയിട്ട്. അതും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കർ എന്ന് പറയുന്നത് JBL സ്പീക്കേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇന്ത്യയിലേക്ക് പോകുമ്പം ഏറ്റവും മുകളിൽ ബ്ലാക്ക് ബ്യൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാം ലൈറ്റ് LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങളിൽ ചെറിയ ഇലയുടെ ആകൃതിയിൽ ചെറിയ ഇന്ത്യയിൽ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. യെല്ലോ അതേപോലെ റെഡ് കളറുള്ള ഇന്ത്യയിൽ ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാം ഇന്ത്യയിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് കളർ പാറ്റേൺ ഇവരിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. സ്ക്രീൻ 2-ൽ ശബ്ദ സംവിധാനം ഡോൾബി അറ്റ്മോസ് ആണ്. അതേപോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കർ ഡോൾബി അറ്റ്മോസിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കർ എന്ന് പറയുന്നത് JBLൻ്റെ കേട്ടോ. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ മൊത്തത്തിൽ 30ഓളം സ്പീക്കേഴ്സാണ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ 2 ഭാഗങ്ങളായിട്ട് ഒരു വലിയ 2 സബ് ഊഫറും കൊടുത്തിട്ടുണ്ട്. ചെറിയ ഒരു ഫാമിലി ഓഡിറ്റോറിയം ആണെങ്കിൽ പോലും പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 4K പ്രൊജക്ഷനാണ്. നമ്മളെവിടെയും കേട്ടിട്ടുണ്ടോ 2 സ്ക്രീനും ഒരേപോലെ 4K പ്രൊജക്ഷൻ വരുന്നത്? ഈ രണ്ടാമത്തെ സ്ക്രീനിലും ക്രിസ്റ്റിയുടെ 4K പ്രൊജക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി ഓഡിറ്റോറിയമാണ്. അതേപോലെ തന്നെ 30 അടിക്ക് മേലെ വരുന്ന നല്ലൊരു സിൽവർ സ്ക്രീനും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഗോപാലകൃഷ്ണൻ, ഞാൻ ഇവിടുത്തെ മാനേജറാണ്. നമ്മുടെ തിയേറ്ററിനെ സംബന്ധിച്ച് പറഞ്ഞാൽ 2 സ്ക്രീനാണ്. സ്ക്രീൻ 1 ശ്രീദേവി 4K ഡോൾബി അറ്റ്മോസാണ് സ്ക്രീൻ, 252 സീറ്റാണുള്ളത്. പിന്നെ സ്ക്രീൻ 2 ഗോപാലകൃഷ്ണ, അത് 148 സീറ്റാണുള്ളത്, അതും ഡോൾബി അറ്റ്മോസ് തന്നെയാണ്. 2 തിയേറ്ററും ഡോൾബി അറ്റ്മോസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ തിയേറ്ററിൻ്റെ മെയിൻ. തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മഞ്ചേരി നിലമ്പൂർ റോട്ടിലാണ്. നിലമ്പൂർ റോട്ടിൽ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട്, അതിൻ്റെ മുന്നിലായിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല പാർക്കിംഗ് നമ്മൾ എല്ലാത്തിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബൈക്കായാലും കാറായാലും അത്യാവശ്യം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് നമ്മളുടെ തിയേറ്ററിൽ. അതിനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ റോഡിലെ സൈഡിലായിട്ട് തന്നെയാണ് വരുന്നത്. എൻ്റെ പേര് ഉദയൻ, 34 വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വന്ന സമയത്ത് പ്രൊജക്ടറായിരുന്നു, ഈ ഫീൽഡിൽ വരുന്ന സമയത്ത് പ്രൊജക്ടറായിരുന്നു. അത് മാറി ഇതിപ്പോൾ ഡിജിറ്റലായിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് പണിയില്ല, റിസ്ക് ഉണ്ട്, പക്ഷെ പണിയില്ല. മറ്റേ നമുക്ക് നല്ലൊരു വ്യായാമോ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പ്രൊജക്ടറാകുമ്പോൾ പെട്ടിയായിരുന്നു, പെട്ടി വരണം, നോക്കിക്കണം, ഓരോരോ ഇത് റീലെടുത്ത് കയറ്റണം. അത് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ക്രിസ്റ്റൻ്റെ 4K പ്രൊജക്ടറാണ്. നല്ല അടിപൊളി പ്രൊജക്ടറാണ്, നല്ല ലൈറ്റാണ്, നല്ല ക്ലാരിറ്റിയും. ഇവിടെ മൊത്തം ഉപയോഗിക്കുന്നത് QSൻ്റെ ആംപ്ലിഫയർ ആണ്. പിന്നെ പ്രൊസസ്സർ എന്ന് വെച്ചാൽ ഡോൾബിൻ്റെ പുതിയ മോഡൽ പ്രൊസസ്സറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതാണ് നിന്റെ പ്രശ്നം. അവളുമാര് വിചാരിക്കൂല ഞാൻ ടോക്സിക് ആണെന്ന്. സ്ക്രീൻ 1ൻ്റെയും സ്ക്രീൻ 2ൻ്റെ ഒക്കെ വിശേഷങ്ങൾ ഇത്രയാണ് വരുന്നത്. അപ്പം മഞ്ചേരിയിലുള്ള ആൾക്കാർ സ്ക്രീൻ 1ലും സ്ക്രീൻ 2ലേക്ക് വന്ന് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ള താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോയ്ക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയ വീഡിയോയുമായി അടുത്ത തവണ കാണാം.